ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ സുൽത്താൻ ബത്തേരിയിലെ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലാണ് നിൽക്കുന്നത്. ഇന്നിവിടെ ഇപ്പം ഒരാഴ്ചയായിട്ടുള്ള ഉത്സവമാണ് ശ്രീ മാരിയമ്മയുടെ. അമ്പലത്തിലേക്ക് പൂജയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനീ നിൽക്കുന്ന സ്ഥലത്ത് വിദ്യാർത്ഥികൾക്കുള്ള പൂജയാണ് ഇവിടെ. അതിന്ന് സ്പെഷ്യൽ പൂജയാണ്. എല്ലാ വിദ്യാർത്ഥികളും രാവിലെ തുടങ്ങിയ പൂജയാണ്. 10 മണി വരെയുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പൂജ. ഈ ഉത്സവത്തിൽ ഇതൊരു പ്രത്യേകതയാണ്. വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഒരു ദിവസം അമ്മമാർക്കുള്ള പൂജ, അങ്ങനെ ഓരോ ദിവസം ഓരോ പൂജകളുണ്ട്. ഈ വിദ്യാർത്ഥികളുടെ പൂജയാണ്. അടുത്ത വർഷം ഇതിനേക്കാൾ മനോഹരമായി അമ്പലത്തിലേക്ക് വരികയാണ് കേട്ടോ. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം നാളെയാണ് താലപ്പൊലി ഉത്സവം, എഴുന്നള്ളത്തൊക്കെ. ഇന്നിപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കാം. ദർശനത്തിന് വന്നാണ്. നല്ല വെയിലാണ്, തിരക്കുണ്ട്. അമ്പലത്തിന് മുന്നിൽ നല്ല തിരക്കാണ്. കുറച്ച് വിറക് കൂട്ടിയിട്ട് അത് അവിടെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് രാത്രി കരലാട്ടമുണ്ട്. അതിനുള്ള വിറകാണ് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അമ്പലത്തിലേക്ക് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞ് ഞങ്ങളൊന്ന് ചന്തയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നിപ്പം ഞായറാഴ്ചയാണ്. ഇന്ന് ഉത്സവം തീരുന്ന ഇന്നല്ല. അപ്പോൾ ഇന്ന് ചന്തയിൽ വലിയ തിരക്ക് ആയിട്ടില്ല. അമ്പലത്തിന് വീട്ടിലുള്ള പൂമരങ്ങളാണ് തണല് കിട്ടുന്നത്. ചന്തയിൽ അത് കഴിഞ്ഞ് ഇനി ഇവിടെ ഒരു വഴിപാടുണ്ട്. നമ്മൾ വീട്ടിലെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് താലം എടുത്ത് ദേവിക്ക് സമർപ്പിക്കൽ. അതിനു വേണ്ടി അമ്മ താലം എടുക്കാൻ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ താലം അവിടെ നിന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മളത് വിളക്ക് അവർ കൊളുത്തി തന്ന് നമ്മൾ അമ്പലത്തിൽ 3 വലം വെച്ച് കഴിഞ്ഞ് തിരുനടയിൽ താലം സമർപ്പിക്കണം. അതൊരു സ്പെഷ്യൽ വഴിപാടാണത്. അതിനിപ്പോൾ അമ്മ പോയിട്ടുണ്ട്. താലം ഇറങ്ങി വരിക കാണുന്നില്ല. ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ. ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ താലമെടുപ്പുണ്ട്. അല്ലാതെ താലം എഴുന്നള്ളിട്ട് നഗരപ്രദക്ഷിണം ഉണ്ട്. അത് അമ്മ താലം കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയുള്ള ഒരു വഴിപാടാണ്. അത് സാരമില്ല, ഏത് വഴി കൂടെ പോയാലും എന്താ. പിന്നെ ഇത് ഈ അമ്പലത്തിൽ മാരിയമ്മയുടെ മെയിൻ നമ്മുടെ ഉത്സവം എന്ന് പറയുന്നത് താലപ്പൊലി എഴുന്നള്ളത്താണ്. അത് തീരുന്ന ദിവസം രാത്രി ഫുള്ളായിട്ട് നഗരപ്രദക്ഷിണമാണ്. അത് വയനാട് മൊത്തം വരുന്ന ഒരു ഉത്സവമാണ്. എല്ലാ സ്ഥലത്തും നമ്മുടെ താലങ്ങളും പരിപാടികളൊക്കെ ആയിട്ടാണ് വരിക. 3 സംസ്ഥാനങ്ങൾ ചേരുന്ന ഒരു ഉത്സവമാണിത്. തമിഴ്നാട്, കർണാടക, നമ്മുടെ വയനാട്. ഈ കൂട്ടത്തിലായിരുന്നു താലെടുത്തിട്ട് ആൾക്കാർ പോകുന്നില്ല. അതുപോലെ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് സമയം കുറേ ആയി. ഇപ്പോൾ രാവിലെ കുറേ താലം സമർപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിന് വലിയ തിരക്കില്ല ഈ നേരമായതുകൊണ്ട്. മൂന്നാമത്തെ ദിവസത്തെ താലപ്പൊലി എഴുന്നള്ളത്തും അതിൽ 3 ആനകളുടെ എഴുന്നള്ളത്തുണ്ടാവും. പിന്നെയും ചുറ്റമ്മ ഇതെല്ലാം കഴിഞ്ഞ് കരലാട്ടം കഴിഞ്ഞിട്ടാണ് ഉത്സവം അവസാനിക്കുക. രാവിലെ അമ്പലത്തിൽ കഴിഞ്ഞു ഞങ്ങൾ കേട്ടോ.